ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സൂര്യ. ആഹ് എനിക്ക് ഓൾറെഡി 2 യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഒന്ന് റീഡോ ലൈഫ് എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ കാനഡയിലായിരുന്നു. ഇപ്പോൾ കാനഡയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള ജീവിതത്തെക്കുറിച്ചിട്ട് പറയുന്നൊരു ചാനലുണ്ട്. അതാണ് റീഡോ ലൈഫ്. പിന്നെ വേറെ ഒരു ചാനലുണ്ട് റൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ റൈറ്റ് ബോർഡ് എന്ന് പറയുന്ന എഡ്യൂ പ്ലാറ്റ്ഫോമിൻ്റെ CEO ആണ്. അപ്പം അതിൻ്റെ ചാനലാണ് റൈറ്റ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പം ഇതെൻ്റെ മൂന്നാമത്തെ ചാനലാണ്. മൂന്നാമത്തെ ചാനലിൻ്റെ പേര് സൂര്യാസ് മാനിഫെസ്റ്റേഷൻ ആൻഡ് ലൈഫ് വ്ലോഗ് എന്നുള്ളതാണ്. അപ്പം ഇപ്പം 2025 അപ്പം നമ്മൾ എന്താ പറയുക, പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്, നമ്മൾ പല കാര്യങ്ങളും എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ വർക്കൗട്ട് ആകാറുണ്ടെന്ന്. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ആ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അഫർമേഷൻ റിലേറ്റഡ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ തുടങ്ങാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പം മാനിഫെസ്റ്റേഷൻ അഥവാ അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാണ് നമ്മൾ ആരാകണം, എന്തായിത്തീരണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ഒരു മാനിഫെസ്റ്റേഷൻ ജേർണലിലോ അല്ലെങ്കിൽ ഒരു പ്ലാനറിലോ ഒക്കെ ഇങ്ങനെ എഴുതി വെക്കണം. എഴുതി വെച്ച് അത് വളരെ കൃത്യമായിട്ട് നമ്മൾ റിവ്യൂ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാൻസ് ഒക്കെ നമ്മൾ എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അത് സാധിക്കും എന്നാണ് പറയുന്നത്. അതല്ല, എഴുതി വെച്ചില്ലെങ്കിൽ പോലും നമ്മൾ വളരെ ശക്തമായിട്ട് വളരെ തീവ്രമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എന്താ പറയുക, അത് നമുക്ക് സാധിക്കും എന്നാണ് പൊതുവെ പറയാറുള്ളത്. അത് എൻ്റെ ലൈഫിൽ പല കാര്യത്തിലും വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞങ്ങൾ കാനഡയിൽ പോയത്. കാനഡയിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് അന്ന് ഈ മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻ അങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം എൻ്റെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്കൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സാർ എനിക്കൊരു ടിപ്പ് പറഞ്ഞു തന്നു. നീ എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇത്ര മാർക്ക് കിട്ടും, ഞാൻ 10ലെ പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് ഞാൻ കണക്ക് പാസ്സാകും എന്ന് നീ എഴുതി വെച്ചിട്ട് പഠിക്കുമെന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ സാറ് പറയുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട്, പറയുന്ന പോലെ തന്നെ ചെയ്തു. അപ്പം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു നോളജ് പൂർണ്ണമായിട്ട് പതിയുവാണ് ചെയ്യുന്നത്. ഞാൻ പഠിക്കും, അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടും, ഇത്ര മാർക്ക് എനിക്ക് കിട്ടും എന്നുള്ളൊരു ഒരു വിഷ്വലൈസേഷൻ നമുക്ക് ഉണ്ടാവുകയും അത് സബ് കോൺഷ്യസ് മൈൻഡിൽ വളരെ ആഴത്തിൽ പതിയുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് പിന്നീട് നമ്മുടെ പേപ്പറിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ എഴുതി വെച്ച് ഞാൻ വിചാരിച്ചൊരു മാർക്കൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് അഫർമേഷൻ എന്ന് പറയുന്നത്. അത് ആക്ച്വലി എനിക്ക് അഫർമേഷൻ ആണോ മാനിഫെസ്റ്റേഷൻ ആണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് ഞങ്ങൾ കാനഡയ്ക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളത് ഞാൻ അതും ഇതുപോലൊരു ബുക്കിൽ എഴുതി വയ്ക്കുമായിരുന്നു. പ്രത്യേകിച്ചും IELTS-ൻ്റെ കോച്ചിങ്, IELTS-ൻ്റെ പിന്നെ പരീക്ഷ ഇത്ര നാളിനുള്ളിൽ ഞാൻ ക്രാക്ക് ചെയ്യും എന്ന് ഞാൻ എല്ലാ ദിവസവും എഴുതി വയ്ക്കുമായിരുന്നു. ഇത്ര മാർക്കോട് കൂടി ഞാൻ ക്രാക്ക് ചെയ്യും, പിന്നെ ഇത്ര നാളിനുള്ളിൽ ഞങ്ങൾ കാനഡയിൽ പോകും എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കുമായിരുന്നു. അപ്പോൾ ആ എഴുതി വെച്ചതും കറക്റ്റ് അതുപോലെ തന്നെ വർക്കൗട്ടായി. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ പിന്നീട് ജോസഫ് മർഫിയുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകമൊക്കെ വായിക്കാനിടയായത്. അപ്പോൾ അത് വായിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ, അയ്യോ, ഞാൻ ഇത്രയും നാൾ ചെയ്തിരുന്നത് ഈ പറയുന്ന അഫർമേഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവമാണല്ലോ എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അത് വളരെ റീസെൻ്റായിട്ട് വായിച്ചതേ ഉള്ളൂ. അതേപോലെ നമ്മൾ റൈറ്റ് ബോർഡ് തുടങ്ങുന്ന സമയത്തും എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് 2024 തീരുന്നതിന് മുമ്പ് ഒരു ഓഫ്ലൈൻ സെൻറ്റർ തുടങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു നല്ലൊരു കൊമേഴ്ഷ്യൽ ടവർ ഉണ്ട്. അപ്പോൾ ആ ടവറിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഈശ്വരാ, എനിക്ക് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റിയെങ്കിൽ നല്ലതായിരുന്നു എന്നിങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ആ സ്ഥലം കാണുമ്പോഴത്തേക്കും ആ ഒരു ആഗ്രഹം ഇങ്ങനെ ഉള്ളിലിങ്ങനെ വളരെ ശക്തമായിട്ട് ഇങ്ങനെ പതിയുമായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള കടക്കാരനായിട്ടുള്ള ചേട്ടനടുക്ക ചെന്നിട്ട് ചോദിച്ചായിരുന്നു, ചേട്ടാ, ഇവിടെ ഏതെങ്കിലും കടമുറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിഞ്ഞ് കിടപ്പുണ്ടോ എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, അവിടെ 2 കിടപ്പുണ്ട്, വേണമെങ്കിൽ ഒന്ന് ഓണറെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്ക്, ചിലപ്പോൾ അങ്ങ് സെറ്റ് അയക്കുന്നുണ്ട്. അങ്ങനെ ഓണറെ കോൺടാക്ട് ചെയ്തിട്ട് വിത്തിൻ 1 വീക്ക് നമ്മൾ ഈ പറയുന്ന അഡ്വാൻസ് കൊടുക്കുകയും എഗ്രിമെൻറ്റ് സെറ്റാക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും എന്നെ സംബന്ധിച്ചിട്ടൊരു അഫർമേഷൻ എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു 2025 കടക്കുമ്പോഴത്തേക്കും ഈ അഫർമേഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പോകാം. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു ബുക്കുണ്ട്, ഒരു ഡെയിലി അഫർമേഷൻ ജേർണൽ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അപ്പം ഞാൻ അതിൽ കൃത്യമായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. അപ്പം 2015 എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു വാതിലായിട്ട് സങ്കല്പിക്കാം.
ആ വാതിൽ തുറക്കുമ്പോഴത്തേക്കും നമ്മളെ കാത്തിരിക്കുന്നത് ഒരു വളരെ നല്ല കാഴ്ചകളും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും മാത്രമാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ വാതിലിലോട്ട് കടക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഗോൾസ് എന്ന് പറയുന്നത് അങ്ങനെ അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ അടുത്ത വ്ളോഗുകളിൽ പറയാം. എന്തൊക്കെയാണ് എൻ്റെ ഗോൾസ്, ഞാൻ എങ്ങനെയാണ് ഗോൾ സെറ്റ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം എൻ്റെ ചാനൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ വ്ളോഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കണം കേട്ടല്ലോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നതിന് ബൈ ബൈ.